അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ സോയിൽ ആപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് ഈ മൂന്നെണ്ണം. മണ്ണിലേക്ക് കൊടുക്കാനും സോയിൽ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എപ്പോഴും അറിഞ്ഞിരുന്നതാണ് മണ്ണ് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അതിന്റെ അടിസ്ഥാന തത്വം. സോയില് മണ്ണാണ് ഒരു വിഷയം. നമ്മൾ അറിഞ്ഞിരിക്കുന്ന കൃഷിക്കാരൻ മനസ്സിലാക്കി കൊടുക്കുന്നത്. സാധാരണ വളം വിൽക്കാൻ നടക്കുന്നവർ പലരും ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷെ മണ്ണ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഓൾമോസ്റ്റ് 80-90% സോൾവ് ആകാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. മണ്ണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള 3 പ്രോഡക്റ്റ് ഗ്രീൻ പ്ലാന്റിലുള്ളതാണ്. ഇതാണ് ഗ്രീൻ പ്ലാന്റിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഭൂമി പവർ അതായത് ശരിക്കും പറഞ്ഞാല് ഒരു കച്ചവട കമ്പനി ആണെങ്കിൽ ഈ 3 പ്രോഡക്റ്റ് മാത്രം കൊണ്ട് നടന്നാലും മതി. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭൂമി പവർ തന്നെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു മാസം 12 ലക്ഷം രൂപ ഭൂമി പവർ വിൽക്കാം. വിൽപ്പന മാത്രമാണ്. പല കമ്പനികളും കൂടുതൽ പ്രോഡക്റ്റ് എടുക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാം, കച്ചവടം കൂടുതൽ വലിയ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ. ഭൂമി പവർ എന്ന് പറയുന്നത് മെയിനായിട്ടും അറിഞ്ഞിരിക്കുമ്പോൾ സ്ലോ റിലീസ് ആണ്. ചില ആൾക്കാർ പറയും ഭൂമി പവർ ഉപയോഗിച്ചാൽ ഭൂമി പവർ ഇട്ട് നമ്മൾ കിടക്കുവാണെങ്കിൽ ചില കർഷകർ ചിലപ്പം പരാതി പറയാറുണ്ട്. ചിലര് അത് എടുത്തിട്ടില്ല, ചെടി എടുത്തിട്ടില്ല എന്ന് പറയും. ഭൂമി പവർ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ സ്ലോ റിലീസ് ടെക്നോളജിയാണ്. പയ്യെ റിലീസ് ചെയ്യാനായിട്ടുള്ള ടെക്നോളജിയിലാണ് ഭൂമി പവർ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം രാസവളങ്ങളൊക്കെ പലത് വിട്ടു കഴിഞ്ഞാൽ വെള്ളമായിട്ട് മുട്ടിയാൽ അന്നേരം ഡൈല്യൂട്ട് ആയിപ്പോ പെട്ടെന്ന് ചെടി വലിച്ചെടുക്കും. അത് തീരും. അതിന്റെ അതായത് നമ്മൾ ഒരു ആളെ മാത്രമേ കാണൂ. ഭൂമി പവർ ഒരു 3 മുതൽ 4 മാസം കൊണ്ട് പയ്യെ റിലീസ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. ആ ചെടിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പച്ചക്കറി കൃഷിയിലൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. നോർമൽ ലോങ് ടൈം ക്രോപ്പുകളിലാണെങ്കിൽ ഒരു 3 മാസം അല്ല 4 മാസം ഇട്ടുള്ളവരിൽ ഭൂമി പവർ ഉപയോഗിച്ചാൽ മതിയാവും. കാരണം ഒരു ചെടിയുടെ ലൈഫ് അനുസരിച്ചാണ് അതെപ്പോഴും അറിഞ്ഞിരുന്നത്. ഇപ്പം വളമിടുന്നത് ഇപ്പൊ നേരത്തെ സാധനം 4 വർഷത്തിൽ 4 പ്രാവശ്യം മതി എന്നൊക്കെ ചോദിച്ചു. ചെടിയുടെ ലൈഫിനനുസരിച്ച് ഇതിന്റെ ഇത് ടൈം കുറയണം. വളർച്ച പ്രത്യുൽപാദനം എല്ലാം കൂടി 3 മാസം കൊണ്ട് തീരും പച്ചക്കറി കൃഷി. അതിന് അപ്പം ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് സ്റ്റേജുകൾ മാറും. ആടിന്റെ ലൈഫ് അല്ല ആനയുടെ. രണ്ടും അപ്പം വളർച്ച പ്രത്യുൽപാദനം ടൈമൊക്കെ തന്നെ വ്യത്യാസമുള്ളത്. അതിനനുസരിച്ചുള്ള സ്പീഡിൽ വേണം അടുത്ത ഇത് കൊടുക്കാനായിട്ട്. ഒരു ലോങ് ടൈം ക്രോപ്പിന് കൊടുക്കുന്നതാണ് 3 മുതൽ 4 മാസം എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം ക്രോപ്പിന് ഒരാഴ്ച എന്തെങ്കിലും കൊടുത്തോണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് വളർച്ച ഉണ്ടെന്ന് കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് നല്ല ഉത്പാദനം ഉണ്ടാവുന്ന കാണാൻ പറ്റും. ഭൂമി പവർ ഗ്രാനുകളാണ്, സ്ലോ റിലീസ് ടെക്നോളജിയാണ്. മെയിൻ ആയിട്ട് കണ്ടിട്ട് സീവിയർ എക്സ്ട്രാക്റ്റും ഹ്യൂമിക് ആസിഡ് പോലത്തെ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് സൂക്ഷ്മ ജീവികൾ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ അല്ല, സാപ്രോഫൈറ്റ്സ് എന്ന് പറയും. സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ പോലെ തന്നെ ജീവനുള്ള സാധനങ്ങളുണ്ട്. ഇതാണ് ഈ നമ്മുടെ പക്ഷികളുടെ ഭക്ഷണത്തിലൊക്കെയാണ് സാപ്രോഫൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ നമ്മുടെ കട്ടി കൂടിയ കാട്ടിലൊക്കെ വലിയ മരങ്ങളുടെ കമ്പുകളും മൃഗങ്ങളും ഒക്കെ ചേർത്തിട്ട് അതിനെ ചെയ്യുകയും അവരെ ദ്രവിക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ജീവനുള്ള സാധനം. ഭൂമി പവറിൽ ജീവനുള്ള സാധനമുണ്ട്. ഭൂമി പവറിന്റെ ശരിയായ റിസൾട്ട് കിട്ടുന്ന ഈർപ്പം ആവശ്യമാണ്. ഈർപ്പം വെള്ളത്തിൽ വേണമെന്നല്ല, ഈർപ്പം ഉണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. അതുപോലെ ഭൂമി പവറിനും പ്രീമിയത്തിനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് എപ്പോഴും ചാണകമോ സ്ലറിയോ ജീവാമൃതോ ഒക്കെ അതിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ റിസൾട്ട് വളരെ കൂടും. കാരണം ജീവനുള്ള സാധനം അവർക്ക് പ്രവർത്തിക്കാനുള്ള പ്രതലങ്ങൾ കിട്ടിയാൽ നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള പ്രതലത്തിൽ കിട്ടിയാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരും. മനസ്സിലായോ? ഭൂമി പവർ ഗ്രഹങ്ങളാണ്. മറ്റേ പ്രീമിയം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയാസ് ആണ്. അതായത് ബാക്ടീരിയ തമ്മിൽ ഫൈറ്റ്. ബാക്ടീരിയാസ് നമ്മളെപ്പോഴൊക്കെ തന്നെയാണ് ഭയങ്കര തമ്മിൽ ഫൈറ്റ് പഴക്കവും ഒക്കെ ഉള്ളവരാണ്. തമ്മിൽ ഫൈറ്റ് ചെയ്യാത്ത 60 ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് പ്രീമിയത്തിനകത്തുള്ളത്. പ്രീമിയം ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പല ആൾക്കാരും അത്ര എക്സ്പീരിയൻസ് പല ആൾക്കാരും ഉണ്ടോന്ന് എനിക്ക് സംശയമാണ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്. പ്രീമിയത്തിനകത്ത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ്. അതായത് നമ്മള് മണ്ണിൽ ഏറ്റവും ആവശ്യമുള്ള നമ്മൾ യൂറിയ ഇട്ട് കൊടുക്കുന്നത് യൂറിയ നൈട്രജനാണ്. ഇതിനകത്ത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഒക്കെ ഉള്ളതുകൊണ്ട് അന്തരീക്ഷത്തിലെ നൈട്രജനെ ചെടിക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ബാക്ടീരിയ മണ്ണിലുള്ള ഒന്നാമത്തെ ബാക്ടീരിയയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും പല പൊല്യൂഷൻ കൊണ്ടും പല റീസൺ കൊണ്ടും മണ്ണിലെ ബാക്ടീരിയയുടെ പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആണ്. അതുകൊണ്ട് ഈ പ്രീമിയം നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണ് കറക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ ബാക്ടീരിയാസ് എല്ലാം ഉള്ളതുകൊണ്ട് പ്രീമിയം നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരു ഏക്കറിൽ ആവറേജ് ഒരു ലിറ്ററാണ് റെക്കമെൻഡഡ് ഡോസ്. അടുത്തത് റൂട്ട് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഫംഗീസുകളാണ്. ഫംഗസ് മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഫംഗസ് ഉണ്ടാകാറുണ്ട്.
ഉൾക്കാട് ഫംഗസിനെതിരെ ചെടിയെ പ്രതിരോധം തീർക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ്. ഈ മൂന്നെണ്ണമാണ് അടിസ്ഥാന സോയിൽ ഐറ്റങ്ങൾ. ചോദിക്കാറുണ്ട്, ഇത് കൊടുക്കുമ്പോ കെമിക്കൽ കൊടുക്കാവോ? പല ആൾക്കാരും ചോദിക്കാറുള്ള സംശയം. കെമിക്കൽ കൊടുക്കുന്നതാണ് ഇത് കൊടുക്കേണ്ടത് അത്യാവശ്യം. കെമിക്കൽ ഉപയോഗിക്കുന്നവരാണ് ജൈവക്കാരെല്ലാവർക്കും ഉപയോഗിക്കാം. കെമിക്കൽ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഗ്രീൻ പ്ലാന്റിന്റെ സോയിൽ ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അതിന്റെ കാരണം എന്താ? കെമിക്കൽ ഉപയോഗിക്കുന്നവർക്ക് ഒത്തിരി ബാക്ടീരിയ നാശം നടക്കുന്നുണ്ട്. ഈ നാശത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇതിന് പറ്റും, മണ്ണിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. മണ്ണിന്റെ ടോക്സിൻസ് പല സ്ഥലത്തും മണ്ണിൽ കെമിക്കലും പോയിസണൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ മണ്ണ് ഒത്തിരി ടോക്സിക് ആയിട്ടുണ്ടോ, വിഷാംശം കയറിയിട്ടുണ്ടോ. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ അന്തരീക്ഷം പൊല്യൂഷനും ഒക്കെ കാരണം ഒത്തിരി പ്രശ്നങ്ങൾ മണ്ണിനുണ്ട്. ഇത് കൂടാതെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ണിനെ ഇമ്പ്രൂവ് ചെയ്യും. 2-3 വർഷം ഇത് ഉപയോഗിച്ച സ്ഥലത്തൊക്കെ മണ്ണ് നല്ല ഇമ്പ്രൂവ് ആയിട്ട് കയറി വരുന്നത് കാണാൻ പറ്റും. അപ്പൊ സോയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. അപ്പൊ കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് കൂടുതൽ വേണ്ടത്. കാരണം കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ബാക്ടീരിയാസ് ചത്തുപോകുന്നുണ്ട്, ബാക്ടീരിയയുടെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ അത് റിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. മണ്ണ് മെച്ചപ്പെട്ട ആളുകൾ കെമിക്കൽ ഉപയോഗിച്ചാൽ ഇരട്ടി ഔട്ട്പുട്ട് കിട്ടും. മോശം മണ്ണിൽ കൊണ്ട് കെമിക്കൽ ഇട്ട് കൊടുക്കുന്നത് മണ്ണ് മെച്ചപ്പെടുത്തി ഉള്ളത് കെമിക്കൽ ഇട്ട് കൊടുക്കുന്നത് തമ്മിൽ ഈ സെയിം സാധനം സെയിം കെമിക്കൽ കൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. നല്ല ബാക്ടീരിയ പ്രവർത്തനം കൊടുത്ത് കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് കൊടുക്കും. ചെടിയെ സംബന്ധിച്ച് കുക്ക് ചെയ്ത് കൊടുക്കും. അത് കെമിക്കല് ഇട്ട് കൊടുക്കുന്ന കെമിക്കൽ അതേപടി ചെടി എടുക്കില്ല, ഇത് കുക്ക് ചെയ്ത് കൊടുക്കും. നമ്മുടെ വീട്ടില് ലേഡീസ് വീട്ടിലിരുന്ന് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ മണ്ണിൽ ഈ കുക്ക് ചെയ്യുന്ന ആൾക്കാര് മണ്ണിൽ നശിച്ചു കൊടുക്കുന്നിടത്ത് ഇത് കൊടുക്കുന്നിടത്ത് പെട്ടെന്ന് മണ്ണിലെ പ്രവർത്തനം കറക്റ്റ് ആവും. അതാണ് സംഭവിക്കുന്നത്. അവസ്ഥ നിരീക്ഷണക്കാര് ഇപ്പൊ എല്ലാ ദിവസവും റെഡ് അലർട്ട് എന്ന് പറഞ്ഞു, കുഴപ്പമില്ല, അവരുടെ ജോലികൾ ആരും വരാതെ പോയി. ചുമ്മാ എല്ലാത്തും രാവിലെ റെഡ് അലർട്ട് പറഞ്ഞിട്ട് വീട്ടിൽ പോയി. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. റെഡ് അലർട്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന പലതും നടക്കുന്നില്ല. ചിലപ്പോൾ റെഡ് അലർട്ട് പറയുന്നത് ഒന്നും പെയ്യുന്ന ഉഗ്ര വെയിലായിരിക്കും. അന്നത്തെ ദിവസം 45 ഡിഗ്രി ചൂടാവും. ചിലപ്പോൾ ഒരലർട്ടും ഇല്ലാതെ വേണ്ട വരുന്നു. ഇതാണ് നടന്നത്. ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പണ്ടത്തെ കാലത്ത് ആൾക്കാർ എങ്ങനെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്? മൃഗങ്ങളെ നോക്കി ഒക്കെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. മൃഗങ്ങൾക്ക് നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്ത സൗണ്ട് കേൾക്കാനും ഓരോ മൃഗം, അതുകൊണ്ടാണ് പശു, പട്ടി ഇവരെപ്പോലുള്ള ജീവികളെല്ലാം വീട്ടിൽ വളർത്തുന്നതായിട്ട് നിന്നിട്ട് അവരെ ഒബ്സർവ് ചെയ്യും. ഇപ്പൊ കവളപ്പാറയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുണ്ടായ സമയത്ത്, നമ്മുടെ പ്രളയത്തിന്റെ സമയത്ത് ആൾക്കാരെ ശ്രദ്ധിച്ചൊരു കാര്യം, പ്രളയം ഉണ്ടാകുന്നതിന് 2 ആഴ്ച മുമ്പ് അവിടുത്തെ ഉണ്ടാകുന്ന പട്ടികൾ മുഴുവൻ അവിടുന്ന് പാലായി വേറെ സ്ഥലത്തേക്ക് മാറി. അവർ പ്രളയമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വീടൊക്കെ അവിടുത്തെ പോയി, അത് വേറെ കാര്യം. പക്ഷെ ഇവര് മുഴുവൻ അഴിച്ചുവിട്ട പട്ടികൾ മുഴുവൻ അവിടുത്തെ താമസം മാറി വേറെ സ്ഥലത്തേക്ക് മാറിയാണ്. അവർക്ക് നേരത്തെ സെൻസ് ചെയ്യാൻ കഴിയുന്നു. പശുക്കൾ അവിടെ ഉണ്ടായിരുന്ന ഒരാള് പ്രായമുള്ള കാരണവര്, അവർക്ക് നേരത്തെ കുന്നിന്റെ മുകളിൽ പഴയ വീടുണ്ടായിരുന്നു. അവരവിടുന്ന് റോഡിന്റെ സൈഡിൽ നല്ല വീട്ടിലേക്ക് താമസം മാറിയതാണ്. ഈ പ്രളയം വരുന്ന അവരുടെ ആ പട്ടികളുടെ ഏരിയ പ്രളയം വരുന്ന അന്ന് രാവിലെ ഈ പശുക്കളത്തിൽ കിടന്ന് പശു കിടന്ന് ഭയങ്കര ബഹളമുണ്ടായി. ഇന്നത്തെ കാലത്ത് ആൾക്കാരൊന്നും നോക്കിയല്ലോ, അതുപോലെ പാമ്പ് വന്നിട്ടായിരിക്കും, അത് വന്നിട്ടായിരിക്കും, അതിനെ കുറിച്ചൊക്കെ നോക്കുന്നത്. അദ്ദേഹം വന്ന് പശുവിനെ അഴിച്ചു വിട്ടു. പശു അവിടെ നിന്ന് ഒറ്റ ഓട്ടം ഓടിയിട്ട് കുന്നിന്റെ മുകളിൽ പഴയ വീടിന് അവിടെ പോയിരുന്നു. പുള്ളി പഴയ ആളായതുകൊണ്ട് പുള്ളി പറഞ്ഞു എന്തോ അപകടം വരുന്നുണ്ട്, പെട്ടെന്ന് ഇവിടെ മാറിക്കോളാം. ആരും വിശ്വസിച്ചില്ല, പുതിയ ആൾക്കാരായി. പുള്ളിക്കാരൻ അന്നേരം സാധനം എടുത്ത് പുള്ളിയുടെ വീട്ടിലുള്ളവരെ കൂട്ടി ഒന്ന് വീട് മുകളിൽ പോയി. ഈ പോയതിനു ശേഷം ഏകദേശം ഒരു 1-2 മണിക്കൂർ വന്നപ്പോൾ ആ ഭാഗം വന്ന് കംപ്ലീറ്റ് ഇത് വന്ന് കഴുകി എടുത്തോണം. ഇത് മനസ്സിലാക്കാൻ മൃഗങ്ങൾക്ക് ഇപ്പൊ നമുക്ക് കേൾക്കാൻ മേലാത്ത സൗണ്ടും ഇതൊക്കെ പ്രകൃതിയിലെ ചലനങ്ങൾ ഇവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പാമ്പിനൊക്കെ ഈ സവിശേഷത കൊടുത്തിരിക്കുന്ന കാരണം പ്രകൃതി പാമ്പ് സെൻസ് ചെയ്യുന്ന ഭൂമിയിലെ ചലനങ്ങളാണ്. നമ്മുടെ ബോഡി ഭൂമിയിൽ ടച്ച് ചെയ്ത് നടക്കുന്നത്. ഇതിനെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ടാണ് പഴയ ആൾക്കാർ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ല കൃഷിക്കാർ പലരും ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് അവര് കിളച്ച് ഈ കപ്പ ഇടുക അല്ലെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ പലരും നടന്നത് ഈ മഴ വരുന്നതിന് തൊട്ട് മുമ്പാണ്. മഴ പെയ്യാൻ പോകുന്ന അവർ മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഉറുമ്പ് ആഹാരം എടുത്തുകൊണ്ട് ശേഖരിക്കാൻ തുടങ്ങുന്നവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഉറുമ്പ് ആഹാരം എടുത്തുകൊണ്ട് പോയി സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കളയ്ക്കാൻ തുടങ്ങും. ഉറുമ്പ് ആഹാരം ശേഖരിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ 10 ദിവസം മഴ പെയ്യും. 10 ദിവസം മുമ്പേ ഇതിനകത്ത് നമ്മൾ വലിയ മനുഷ്യൻ, നമ്മൾ വലിയ ഭയങ്കര ആളാന്ന് പറഞ്ഞ് നമ്മളെടുക്കാം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇവര് മനസ്സിലാക്കിയിട്ട് അവര് പറഞ്ഞുതരും. വെള്ളം മഴ മാറിയെന്ന് മനസ്സിലാക്കുന്നതിന് പലരും നല്ല കൃഷിക്കാരെന്നൊക്കെ നിങ്ങൾ അടുത്തിടപെട്ട് അവരുടെ പല എത്ര വർഷത്തെ നിരീക്ഷണങ്ങളായിരിക്കും അവർ തലമുറയായിട്ട് കേട്ടു വന്നിരിക്കുന്ന കാര്യങ്ങളാണ്.
ഇതൊക്കെ നിരീക്ഷണങ്ങളാണ്. ആ നിരീക്ഷണങ്ങൾ ചില ആൾക്കാർ തെറ്റാണ് എന്ന് പറഞ്ഞാൽ പറയും അന്ധവിശ്വാസമാണ്, മറ്റേ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കേൾക്കാൻ പറ്റും. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇവര് ഈ പ്രകൃതിയോട് മല്ലടിച്ചതൊക്കെ മനസ്സിലാക്കി ഇതിനൊക്കെ ജീവിച്ചു പോന്നിരുന്നതാണ്. അതിനുശേഷം മോഡേൺ ടെക്നോളജി ഇത്രയും വന്നിട്ടും പലപ്പോഴും ഇന്നത്തെ മിസ്റ്റേക്കുകൾ വരുന്നു. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് അവര് മനസ്സിലാക്കിയത് അപ്പൊ അവരെ ഗമിക്കേണ്ട ശരിക്കും. ഇന്ന് മഴ മാറി എന്ന് മനസ്സിലാക്കുന്നത് അറിയാം പല കൃഷിക്കാരൻ. എന്റെ അടുത്തൊരു നല്ലൊരു കൃഷിക്കാരൻ എന്നെ വിളിച്ചിട്ട് മഴ മാറിയത് പറമ്പനായിട്ട് നടുക്കൊരു ചാണയം തോട്, ആ തോടിന്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹം തോട്ടിലേക്ക് എല്ലാം നോക്കുകയാണ്. മഴ മാറി, ഈ വർഷത്തെ മഴ കഴിഞ്ഞു. അതെന്താന്ന് ചോദിച്ചാൽ പറയാണ് മീൻ ഇറങ്ങിപ്പോയി. മഴ മാറുവാണെന്ന് മനസ്സിലാക്കാൻ മീനിന് സാധിക്കും. മഴ കഴിഞ്ഞാൽ ആ മീനിന് ആ തോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒരു മഴ തീരുമ്പോ അതിനു മുമ്പ് ഒരു തോട്ടിന് പുറത്തേക്ക് ഇറങ്ങി വലിയ തോട്ടിലേക്ക് ഇറങ്ങി.